ഹൈ ഫ്രണ്ട്സ്, ഞാനിന്നൊരു കാട്ടിലാന്നുള്ളേ ഒരു പ്ലാവിൻ്റെ ഉള്ളിൽ ചക്ക ഉണ്ടെന്ന് നോക്കാൻ വന്നതാണ്. ഈ വർഷം വന്നിട്ടില്ല. ഫെബ്രുവരിയിൽ വന്നൊരൊറ്റ ഉണ്ടായിട്ടില്ല. പോയോക്കട്ടെ. ഭയങ്കര കാടാ. അണ്ടി വറുക്കുന്ന വീട്ടിനോട് അപ്പം വിചാരിക്കും ചോദിക്കണം, ഉണ്ടോയെന്ന് ചോദിക്കണം എന്നല്ല. ഓ, പ്ലാവ് ഉണ്ട് കേട്ടോ, ഓരോന്നല്ല. ഒന്നാടിയുണ്ട്, മൂന്നാലെണ്ണേ ഉള്ളൂ. ഇതെല്ലാം പറഞ്ഞാൽ ചക്കക്കുരു കൊണ്ട് നട്ട പന്തേ ഉള്ളൂ. പിന്നെ ഒരു വളമൊന്നും ഇടയില്ല. കശുവണ്ടിക്ക് വയ്ക്കുന്ന സമയത്ത് ഇലകളെല്ലാം ഉണ്ടാവുന്നല്ലാതെ ഒന്നും ചെയ്യണ്ട. ബെഡെല്ലാം നട്ടാൽ നമ്മൾ കുറച്ച് കൊല്ലം നല്ല വളപ്രയോഗം നടത്തി കൊടുത്താലേ ചക്കയുണ്ടാവും. ഇത് പിന്നെ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അധികം വളരും. അതാ പറിക്കാൻ കുറച്ച് വിഷമായിരിക്കും. ചിലേൻ്റെ മേലെ അടുത്തും വിരട്ടിന് തന്നെ ഉണ്ടാവും കുറേ. പിന്നെ മണ്ടക്കൊന്നും ഈ വർഷം ഇല്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അത് പറിക്കാനും പറ്റിയില്ല. ഇത് വരിക്കച്ചക്കയാണ്. എല്ലാം ഒന്ന് പറിക്കാം. ഇത് പറിച്ചേക്കാൻ തോന്നും. പറിച്ചാൽ വീണത് എടുക്കണ്ടിക്ക അതിനെക്കാട്ടും പ്രയാസം. ഇത് നയര് ചെടിയാണ്. പഴയ കാലത്ത് വള്ളിത്തലയെല്ലാം കെട്ടാൻ ഇതിൻ്റെ തോലാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ ഇലകളെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലത്തെ സ്കിന്നില്ലേ, അത് പൊളിച്ചെടുക്കും. നല്ല ഉറപ്പായിരിക്കും. പുല്ല് കെട്ടാനും വള്ളിത്തല കെട്ടാനും ഈ വിറക് കെട്ടാനെല്ലാം ഉപയോഗിക്കുന്നത് അതായിരുന്നു. ഇപ്പം വള്ളിത്തലയെല്ലാം കെട്ടാൻ ചൂടി പ്ലാസ്റ്റിക് കണ്ണിയല്ലേ. ഇതാകുമ്പം പ്രകൃതിയിലേക്ക് തന്നെ അലിഞ്ഞു ചേർന്നുകൊണ്ട് ഇതിനൊന്നും ഇപ്പം ആളില്ല. ഇതിലെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, ഇതെല്ലാം നയരിൻ്റെ വെള്ളിയാണ്. കണ്ടോ, മരം പോലെയെല്ലാം ആയിട്ടുണ്ട് അങ്ങോട്ടെല്ലാം. ഞാൻ ഒരു നയര് കൊത്തിയതുണ്ട്. ഇതുപോലെ ഇതിൻ്റെ തോല് പൊളിച്ചെടുക്കുക. ഇതുണ്ടല്ലോ, പുകയത്തെല്ലാം വെച്ചാൽ കൊല്ലങ്ങളോളം ഒരു കേടുമില്ലാണ്ട് നമുക്ക് വെള്ളിക്കെല്ലാം കെട്ടാനും ഉപയോഗിക്കാം. ഈ പറമ്പത്ത് ചക്ക വരയ്ക്കാനും എല്ലാം വരുമ്പോൾ വിറകിനെല്ലാം വരുമ്പോൾ ഒന്നും നയരൊന്നും കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. ഇങ്ങനത്തെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. നല്ല എക്സ്പീരിയൻസ് ഉള്ളാക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഇത് നല്ല വിറകാട്ടോ, നല്ല ഉറപ്പുള്ള കൊള്ളിയാണ്. ഒരു കേട് വരാത്ത കൊള്ളി പോലത്തെ നായരെല്ലാം പൊളിച്ച്. ഒരു നായര് മാത്രമേ ഞാൻ പൊളിക്കുന്നുള്ളൂ. ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം നായരിൻ്റെ ആണെന്നുണ്ട്. കുറച്ച് വണ്ണം വെച്ചിട്ട് ഒരു നായര് പൊളിച്ചു. അതിൻ്റെ തണ്ടുകൊണ്ട് നമുക്ക് ചക്ക പറിക്കാം. മുകളിലുള്ളൊരു ചക്ക പറിക്കാം, കൊക്കയാക്കാം. ഈ നായരിനെ കൊണ്ട് തന്നെ കൊക്ക കെട്ടാം. നമുക്കിതിൻ്റെ ഒന്ന് പറിക്കാം. നല്ല ചക്കയാണോ എന്നെല്ലാം അറിയണമല്ലോ. വണ്ടിയാകാൻ വേണ്ടി ഒരു കൊണ്ടുകൊണ്ടിക്കലേ. പഴയ പരിക്കുക ഒന്നും അറിയില്ല. പുറം കാണും പോലെയാണോ ഉള്ളതെന്നും പറയാൻ പറ്റില്ല. ചക്ക പറിച്ചു. പൊളക്കാൻ വേണ്ടി അണ്ടി പെറുക്കി ഒരു നയര് പൊട്ടിച്ചു. ഇത്രേ ചെയ്തു. ഈ വീട്ടിലെ ചെടിയായതേ. എന്നിട്ട് പഴഞ്ചക്ക, മറ്റേതെന്താണെന്നറിയില്ല. ഇനി വണ്ടിക്ക് ഫോൺ വിളിച്ചിട്ട് ചക്കയും കൊണ്ട് വീട്ടിലേക്ക് പോലായി. വീഡിയോ ഇവിടെ നിർത്തുന്നു.